മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറെ സുപരിചിതയായ നടിയാണ് സ്നിഷ ചന്ദ്രൻ. ഏഷ്യാനെറ്റിലെ നീലക്കുയിൽ എന്ന ആദ്യ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയതാണ് താരം. സീരിയലിൽ നടി അവതരിപ്പിച്ച കസ്തൂരി എന്ന നായിക കഥാപാത്രത്തെ നെഞ്ചോടടുപ്പിച്ചാണ് ആരാധകർ സ്നേഹിച്ചത്. ഇന്നും നടി അവതരിപ്പിച്ച വേഷങ്ങളിൽ കസ്തൂരിയെ ആരാധകർ മറന്നിട്ടില്ലെന്ന് തന്നെ പറയാം. അതിനുശേഷം കാർത്തികദീപം, സുഭദ്രം എന്നീ പരമ്പരകളിലെല്ലാം സ്നിഷ നായികയായി ഇന്നും കസ്തൂരിയായി നടി ആരാധക മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ട്. 6 വർഷം മുമ്പ് 2018 നീലക്കുയിൽ എന്ന പരമ്പരയെ സംപ്രേഷണം ആരംഭിച്ചത്. അന്ന് നടിയെ സ്ക്രീനിൽ കണ്ടവർക്ക് ഇന്ന് കാണുമ്പോൾ വലിയ മാറ്റമാണ് രൂപത്തിലും നിറത്തിലും ലുക്കിലുമെല്ലാം ഉള്ളത്. മലപ്പുറം മഞ്ചേരിയിലെ ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണാണ് സ്നിഷ. അച്ഛൻ പത്രപ്രവർത്തകനാണ്, അമ്മ വീട്ടമ്മയും. ചേട്ടനും ചേച്ചിയും സ്നിഷയും അടക്കം 3 മക്കൾ അടങ്ങുന്ന കുടുംബമാണ്. ചേച്ചി ബ്യൂട്ടീഷ്യനായും ചേട്ടൻ ചെന്നൈയിലുമാണ് ജോലി ചെയ്യുന്നത്. ചേട്ടനായ പ്രതീഷ് നന്ദൻ വഴിയാണ് നീലക്കുയിലിൻ്റെ ഓഡിഷനെക്കുറിച്ച് അറിഞ്ഞത്. അവിടെ നിന്നും ഓഡിഷനിലൂടെയാണ് നീലക്കുയിലേക്ക് സ്നിഷ എത്തുന്നത്. അവസാന നിമിഷമായിരുന്നു കസ്തൂരിയായി സ്നിഷയെ സെലക്ട് ചെയ്തത്. പ്രതീക്ഷകളൊന്നുമില്ലാതിരുന്ന സമയത്തായിരുന്നു നീലക്കുയിലേക്കുള്ള പ്രവേശനം. ഏഷ്യാനെറ്റ് പോലൊരു വലിയ ചാനലിലേക്ക് കിട്ടിയതാണ് ഇരട്ടി സന്തോഷം നൽകിയത്. പരമ്പരയിൽ സ്നിഷയുടെ നായകനായ നിതിനും പുതുമുഖമായിരുന്നു. ബാക്കി എല്ലാവരും സീനിയറായ താരങ്ങളും. വളരെ ടെൻഷനോടെയാണ് അഭിനയിക്കാൻ എത്തിയതെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സ്വന്തം ഇടമായി അത് മാറുകയായിരുന്നു. പിന്നാലെ 2018 കൊച്ചി ടൈംസിൻ്റെ മോസ്റ്റ് ഡിസൈറബിൾ ടെലിവിഷൻ താരമായും സ്നിഷ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ച സ്നിഷയ്ക്ക് അഭിനയത്തിനിടെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയതും പരീക്ഷ എഴുതിയതും. അതിനുശേഷം നാട്ടിൽ ഒരു ഷോപ്പും ഇട്ടു. ആദി എന്ന പത്രപ്രവർത്തകൻ്റെ പ്രണയവും പ്രണയ സാക്ഷാത്കാരവും അറിയാതെ കാട്ടിലകപ്പെട്ട് നടക്കുന്ന വിവാഹവുമെല്ലാമായിരുന്നു നീലക്കുയിൽ പരമ്പരയുടെ ഇതിവൃത്തം. ആദിത്യൻ അബദ്ധത്തിൽ വിവാഹം കഴിക്കുന്ന കസ്തൂരി എന്ന വനമകൾ ഡോക്ടറാകുന്നതായിരുന്നു പരമ്പര അവസാനിച്ചത്. അതിനുശേഷം കാർത്തികദീപം എന്ന പരമ്പരയിലേക്കാണ് സ്നിഷ എത്തിയത്. വിവേക് ഗോപനുൾപ്പെടെ വൻ താരനിര അണിനിരന്ന പരമ്പരയിലെ കാർത്തികയുടെ വേഷവും ശ്രദ്ധ നേടിയിരുന്നു. പിന്നാലെ സീതാരാമം എന്നൊരു പരമ്പരയുമായി എത്തി. അതിലും വിവേക് ഗോപനാണ് നായകനായി എത്തിയത്. വെറും 3 മാസങ്ങൾ മാത്രം നീണ്ടുനിന്നതായിരുന്നു ഈ പരമ്പര. അതിനുശേഷം കേരളത്തിലെ സുഭദ്രം എന്ന പരമ്പരയിലേക്ക് സ്നിഷ എത്തിയത്. സ്നിഷയെ അടക്കം കുറച്ചു താരങ്ങൾ ഒഴിച്ചാൽ ജയ് ധനുഷ്, വിഷ്ണു അടക്കമുള്ള നിരവധി പുതുമുഖ താരങ്ങൾ പ്രധാന വേഷത്തിലെത്തിയ ഈ പരമ്പര വെറും 7 മാസത്തോളം മാത്രമേ നീണ്ടുപോയുള്ളൂ. സാധാരണ പരമ്പരകൾ 1, 2, 3 വർഷത്തിലധികം നീളുമ്പോഴാണ് ഒരു ചെറിയ കഥ വ്യത്യസ്തമായ ശൈലിയിൽ അവതരിപ്പിച്ച് മനോഹരമായ ക്ലൈമാക്സ് നൽകി അവസാനിപ്പിച്ചത്. ഇപ്പോഴും അതിൽ അഭിനയിച്ച താരങ്ങളോട് പരമ്പരയുടെ 2ാം ഭാഗം ഉണ്ടാകുമോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ട്. പരമ്പരയിലെ ഭൂരിഭാഗം താരങ്ങളും പുതുമുഖങ്ങളായിരുന്നു എന്നതാണ് പരമ്പരയുടെ മറ്റൊരു പ്രത്യേകത.